എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി, നമ്മൾ തട്ടുകടയിൽ നിന്നും അതുപോലെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നമ്മുടെ അടിപൊളി പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ? ഇതെങ്ങനെയാണെന്നൊന്ന് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലത്തെ നന്നായിട്ട് പഴുത്ത പഴം വേണം പഴംപൊരി ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട്. അന്നേരമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെക്കാം. ഇതൊരു 3 നമുക്ക് ഒന്ന് കീറിയെടുക്കാവേ. ഇനി നമുക്ക് ഏത്തയ്ക്ക മുക്കി പൊരിക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു 5 ടേബിൾ സ്പൂണോളം മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ മീഡിയം സൈസിലൊരു 5 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ മാവാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നമുക്ക് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയില്ലേ, നമ്മുടെ ഇടിയപ്പത്തിൻ്റെയും അല്ലെങ്കിൽ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഒരു നുള്ളുപ്പ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്, കറുത്ത എള്ള. അത് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ അരി മാവൊക്കെ അരച്ച് വയ്ക്കുന്നത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുക 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം, കലക്കിയെടുക്കണം. അപ്പോൾ പഞ്ചസാര കൂടുതൽ ചേർക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതാണ് ഇതിൻ്റെ മെയിനൊരു കാര്യമേ. പിന്നെ ഇച്ചിരിയും കൂടെ ക്രിസ്പി നല്ല ഇതായിട്ട് പൊങ്ങി വരണമെങ്കിൽ അരിമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ, ഇത് രണ്ടും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതും അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താലും കേട്ടോ. നമുക്ക് ബാക്കി ഉള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, നമുക്ക് വയറിനൊന്നും പ്രശ്നമില്ലാതെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പം ഞാൻ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏത്തപ്പഴവും തേണ്ട ഞാൻ മൊത്തം ഇങ്ങനെ 3 വെച്ചിട്ടുണ്ട്. കനം കുറച്ച് ഏത്തപ്പഴം എടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര അതായിരിക്കും നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് കേട്ടോ. 3 എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത്തപ്പഴം ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി അടുപ്പിച്ചിട്ട് കൊടുക്കരുത്, അകത്തി ഇടാവുള്ളൂ. എൻ്റെ പറഞ്ഞാൽ അടുത്ത് പോയി അങ്ങനെ ഇട്ട് കൊടുക്കരുതേ. അപ്പം നമ്മുടെ പഴംപൊരി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതേ കളറായി വന്നപ്പോഴത്തേന് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമ്മുടെ ഏത്തയ്ക്കാപ്പം ഒന്ന് കോരിയെടുക്കുകയാണ്, പഴംപൊരി ഒന്ന് കോരിയെടുക്കുകയാണ്. അപ്പോൾ എണ്ണയുള്ളതും കൂടെ ഇതിനകത്ത് ടിഷ്യൂ പേപ്പറിനകത്ത് ആയിക്കോളുവേ. അപ്പോൾ അങ്ങനെ ടിഷ്യൂ പേപ്പറിനകത്ത് നമ്മൾ ആദ്യം കോരി വെച്ചിട്ട് വേണം പിന്നെ നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ അടിപൊളി പഴംപൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് എണ്ണയിലിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. ചൂടാ. സൂപ്പറായിട്ടുള്ള പഴംപൊരിയാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്, അതുപോലെ നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ മേടിക്കുന്നത് അതേ പഴംപൊരി ടേസ്റ്റാണ്.
ഇതുപോലെ പഴംപൊരി തയ്യാറാക്കാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് പഴംപൊരി തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.